മിഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം. കേരളിനെതിരെ ഇന്നും UDF BJP സംയുക്ത പ്രതിഷേധം. കോട്ടയം നട്ടാശ്ശേരിയിൽ കേരയിൽ സർവേ പുനരാരംഭിച്ചു. BJP സമരത്തിൽ ലീഗ് നേതാവ് TT ഇസ്മായിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയം നോക്കിയല്ല ഇസ്മായിൽ സമരത്തിൽ പങ്കെടുത്തതെന്ന് കുഞ്ഞാലിക്കുട്ടി. പ്രതിപക്ഷ സമരം രാഷ്ട്രീയ നേട്ടം കൊയ്യാനെന്ന് വെള്ളാപ്പള്ളി. സാധാരണക്കാരുടെ നടുവൊടിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ധനവില ഇന്നും കൂട്ടി. ഇന്ന് കൂട്ടിയത് പെട്രോളിന് ലിറ്ററിന് 83 പൈസയും ഡീസലിന് 77 പൈസയും. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കൂട്ടിയത് പെട്രോളിന് 3 രൂപ 48 പൈസ, ഡീസലിന് 3 രൂപ 30 പൈസ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം 3-ാം ദിവസവും തുടരുന്നു. സഹകരണ ബാങ്കുകൾ ഇന്നും നാളെയും പ്രവർത്തിക്കും. ഇന്ന് മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശം. ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ. സോണിയാഗാന്ധി വിളിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം അല്പസമയത്തിനകം ദില്ലിയിൽ. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച മുഖ്യ അജണ്ട. ഗ്രൂപ്പ് 23 നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ 1-ാം ഘട്ടം അവസാനിച്ചെന്ന് റഷ്യ. യുക്രൈന്റെ സൈനിക ശേഷി കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് വിലയിരുത്തൽ. അടുത്ത ഘട്ടം ഡോൺബാസ് മേഖലയുടെ മോചനമെന്നും റഷ്യ. ഇനി ക്രിക്കറ്റ് ആവേശം. IPL 15-ാം സീസൺ ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ചെന്നൈ കൊൽക്കത്തയെ നേരിടും. സിൽവർ ലൈനെതിരെ കോൺഗ്രസ് BJP സംയുക്ത സമരം നടക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പ്രയാസപ്പെടുകയാണ്. ഗവൺമെന്റിന് വേറെ യാതൊരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഇതിൽ റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം, ഈ പഠനത്തിൽ ഇത് നടക്കില്ലെന്ന് കണ്ട ഇട്ട കുറ്റിയൊക്കെ വീണ്ടും എടുക്കുന്നതാണ്. അത് ഒരു കണ്ണപ്പൊടിയിലാണോ? ഇതൊക്കെ ആളുകളെ കളിപ്പിക്കുന്നതാണ്. ഇത് ഒന്ന് സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി കല്ലിടേണ്ട ഒരാവശ്യമില്ല. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് കല്ലിടേണ്ട കാര്യമില്ല, മാർക്ക് ചെയ്താൽ മതി. സാമൂഹ്യ ആഘാത പഠനം നടത്താതെ ഇവരെന്ത് DPR ആണ് ഉണ്ടാക്കിയത്? സാമൂഹ്യ ആഘാത പഠനം നടത്താതെ, പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സർവേ നടത്താതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ. ഇപ്പോൾ ഇന്നലെ ഈ മെട്രോ ശ്രീധർ ഇന്നലെ പറഞ്ഞു, മണ്ണിൻ്റെ ഘടന കേരളത്തിൽ അപകടമാണ്, സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഞാനത് പറഞ്ഞപ്പോഴായിരുന്നല്ലോ കുഴപ്പം. ഞാൻ കേരളത്തിലെ മണ്ണിൻ്റെ ഘടന വളരെ ശ്രദ്ധിക്കണം. മണ്ണിൻ്റെ ഘടന അപകടമാണ്. കൃത്യമായ സോയിൽ ടെസ്റ്റ് നടത്തി, അടിമണ്ണ് പരിശോധിച്ച് ടെസ്റ്റ് നടത്തി, ഫൗണ്ടേഷൻ കൃത്യമായി ഇട്ടില്ലെങ്കിൽ സ്പീഡ് ട്രെയിൻ പോകുമ്പോൾ ഈ എംബാങ്ക്മെൻറ്റുകളെല്ലാം താഴേക്ക് മറിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ലൂസായ മണ്ണായതുകൊണ്ട് ട്രെയിൻ മറിയുമെന്നും പറഞ്ഞു ട്രോളർക്ക് ആളുകളാണ്. ഇന്നലെ ശ്രീധരൻ അത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല ഈ റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. BJP കോൺഗ്രസ് സംയുക്ത സമരം സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പുരോഗമിക്കുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹം തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ ഉദാഹരിക്കുന്നത് ശ്രീധരന്റെ വാക്കുകളാണ്. ശ്രീധരനാണ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഇരട്ടത്താപ്പും വ്യത്യസ്ത നിലപാടുകളും സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അതിവേഗ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും ശ്രീധരനും ചേർന്നായിരുന്നു. അതിലും ഈ രൂപത്തിലൂടെ ടണലിലൂടെയും അതുപോലെ തന്നെ ആകാശപാതയായും ഒക്കെ തന്നെയായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ വിഭാവനം ചെയ്തിരുന്നത്. അന്നത് കേരളത്തിന് അനുയോജ്യമാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ശ്രീധരൻ ഇന്നിപ്പോൾ അതിവേഗ പാത സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുമ്പോൾ ശ്രീധരൻ്റെ വാക്കുകൾ ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി സമീപിച്ച് BJP നേതാവ് ശ്രീധരൻ്റെ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് അനുയോജ്യമല്ല എന്ന നിലയിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിൻ്റെ
പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് BJP സംയുക്ത സമരം സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി തുടരുകയാണ്. നട്ടാശ്ശേരിയിൽ ഇപ്പോൾ സാമൂഹ്യാഘാത പഠനത്തിനായുള്ള സർവേ നടപടികൾ ഇന്ന് ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ സമരമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ എതിർപ്പുകൾ, പ്രതിഷേധം ഒക്കെ ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിൽ വന്നപ്പോൾ നിർത്തിവെച്ചിരുന്നു. അവിടെയാണ് ഇന്നിപ്പോൾ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. സ്ഥലത്ത് സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞ് പ്രതിഷേധവും തുടരുന്നു എന്നത് അതിൻ്റെ മറുവശം. ഇപ്പോൾ സുജു അവിടെ നിന്ന് ചേരുകയാണ്. സുജു, നട്ടാശ്ശേരിയിലെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സർവേ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. അതേസമയം ആ സർവേ കല്ലുകൾ പിഴുതെറിയാൻ വേണ്ടി കോൺഗ്രസ് BJP പ്രവർത്തകർ നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, വിവരങ്ങൾ? ശരത്ത്, ഇപ്പോൾ നട്ടാശ്ശേരിയിലെ സാമൂഹിക ആഘാത പഠനം നിർത്തിവെച്ചിരിക്കുകയാണ്. കല്ലിടൽ ഇടുന്നത് കേരള ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധം കണക്കിലെടുത്താണ് ഇപ്പോൾ കല്ലുകൾ ഇടുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. മാടപ്പള്ളിയിൽ എന്ന പോലെ നട്ടാശ്ശേരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് കോൺഗ്രസ് BJP നേതാക്കൾ തന്നെയാണ് ഈ സമരത്തിനും നേതൃത്വം നൽകിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നട്ടാശ്ശേരി ഇന്ന് രാവിലെ തന്നെ കേരള ഉദ്യോഗസ്ഥർ വരികയും ഏതാണ്ട് 10ലധികം കല്ലുകളാണ് നട്ടാശ്ശേരിയിൽ ഇന്ന് സാമൂഹിക ആഘാത പഠനം ഭാഗമായി സ്ഥാപിച്ചത്. പിന്നീട് കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കളെത്തി ഈ കല്ലുകൾ പിഴുതെറിയുകയായിരുന്നു. ഇതിനുശേഷം ഈ കല്ലുകൾ പിഴുതെറിഞ്ഞതിനെ തുടർന്ന് അല്ലെങ്കിൽ പ്രതിഷേധം കണക്കിലെടുത്ത് കേരള ഉദ്യോഗസ്ഥർ കല്ലുകൾ ഇടുന്നത് നിർത്തിവെക്കാൻ തീരുമാനിക്കുമായിരുന്നു. പിന്നീട് ഈ വാഹനം, കല്ലുകൾ കൊണ്ടുവന്ന വാഹനം തിരികെ കൊണ്ടുപോകാൻ വേണ്ടി ആ പിക്കപ്പ് വാൻ പോകുമ്പോൾ ഇത് തടഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുമായിരുന്നു കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ. എടുത്തു പറയേണ്ട കേരള കോൺഗ്രസ് ജോസഫിന്റെ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ചില ആളുകൾ വാഹനത്തിന്റെ ഡ്രൈവറെ മർദ്ദിക്കുമെന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വാഹനം അടിച്ചു തകർക്കുമെന്ന ശരത് ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായ കാര്യം മാടപ്പള്ളിയിൽ ഈ കേരള വിരുദ്ധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതാവ് B. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സമരത്തിൽ മണ്ണെണ്ണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ മണ്ണെണ്ണ സ്പ്രേ ചെയ്തുകൊണ്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഉരുത്തിരിക്കുകയും പിന്നീട് ആ അറസ്റ്റിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് മാടപ്പള്ളിയിൽ വ്യാപക ആക്രമണം നടന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായത്. വ്യാജ പ്രചരണത്തിന് ഒരു ഇന്ധനം പകർന്ന അത്തരം ദൃശ്യങ്ങളായിരുന്നു. അതിന് സമാനമായ ഒരു ദൃശ്യ സാഹചര്യം അല്ലെങ്കിൽ സമാനമായി നട്ടാശ്ശേരിയിലും അക്രമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഇരു രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമരം കല്ലുകൾ പിഴുതെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമാധാനപരമായി അവസാനിക്കേണ്ട സമരമാണ് ഇവർ വാഹനം തടഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചത്. എന്നാൽ പോലീസ് എത്തി ഇവരെ പിന്തിരിപ്പിക്കുകയും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അത്തരം ഒരു കാര്യങ്ങൾ കടക്കാഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയത്തെ BJP കൗൺസിലർ കൂടിയായിരിക്കുന്ന വിനു വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുവാൻ കോട്ടയം DCC പ്രസിഡന്റ് യാട്ടം സുരേഷിന് യാതൊരു മടിയുമില്ല. ഇവരതിനുശേഷം പെരുമ്പാവൂർ വില്ലേജ് ഓഫീസിലേക്കാണ് പ്രതിഷേധക്കാരെത്തുകയും അവിടെ കല്ലെടുകയാണ്. പെരുമ്പാവൂർ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വാഹനത്തിൽ നാട്ടകം സുരേഷ് DCC പ്രസിഡന്റും ഈ BJP കൗൺസിലർക്ക് ഒരു വാഹനത്തിൽ കയറി പോകുകയും പിന്നീട് ഈ കല്ലുകളെടുത്ത സമീപത്തെ ആറ്റിലേക്ക് ഇടാൻ വേണ്ടി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ BJP കൗൺസിലറാണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത്. അത് ഏറ്റുവിളിക്കുന്നത് കോട്ടയത്തിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ്. അതായത് സംസ്ഥാനത്ത് BJPയും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഈ സമരത്തിൽ രാഷ്ട്രീയ ഐക്യമില്ലെന്ന് പറയുമ്പോഴും ഈ സമരത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നമ്മൾ കോട്ടയത്തെ മാടപ്പള്ളിയിൽ കൊടികൾ വെച്ചാണെങ്കിൽ നട്ടാശ്ശേരിയിൽ കൊടികൾ മാറ്റി കൊടികൾ ഒളിപ്പിച്ച നിലയിലാണ് ഉള്ളൊരു രാഷ്ട്രീയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ സമരമുഖത്ത് പ്രദേശത്തുള്ളവരെ ഒളിപ്പിച്ചാലും സുജു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാടപ്പള്ളിയിൽ നിന്നുള്ളൊരു വ്യത്യാസം, അവിടെ നേരിട്ട് കൊടികളുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ ഒന്നിച്ച് നേതാക്കൾ സഹിതം സമരരംഗത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്കിൽ ഇപ്പോൾ നട്ടാശ്ശേരിയിലേക്ക് വരുമ്പോൾ, ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട നട്ടാശ്ശേരിയിൽ വരുമ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിൻസ് ലൂക്കോസിനെ കാണാം. ഈ കൊടികളില്ല എങ്കിലും ഇപ്പോൾ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ BJP. ഇവർ ഈ കൊടികൾ മാറ്റി വെച്ചാലും ഇവർ സംയുക്തമായിട്ടാണോ സമരം ചെയ്യുന്നത്? നേതൃത്വം കൊടുക്കാൻ ഈ മൂന്ന് പാർട്ടികളുടെയും നേതാക്കളുണ്ടോ? തീർച്ചയായിട്ടും ശരത്ത്, അങ്ങനെ തന്നെയാണ്. ഈ കൊടികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല SDPI പോലുള്ള ചില പ്രസ്ഥാനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊടികൾ ഒഴിവാക്കുമ്പോൾ BJP കോൺഗ്രസ് രാഷ്ട്രീയ ഐക്യം മാത്രമല്ല ഇവർ അത് ജനങ്ങളുടെ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിനുപരിയായിട്ട് തന്നെ ഈ കോൺഗ്രസും BJP അല്ലെങ്കിൽ BJP കാലാകാലങ്ങളായി തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെന്ന് വിളിക്കുന്ന ചില പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അത്തരം ആളുകളെയും
ദൃശ്യങ്ങളും ഇതിൽ നിന്ന് മറയ്ക്കുവാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ തീർച്ചയായും ഇപ്പോൾ സുജു പറഞ്ഞതുപോലെ രണ്ട് കാരണങ്ങളാൽ ഇപ്പോൾ ഈ സമരരംഗത്ത് ഒരു തരത്തിലും ചേരാൻ കഴിയാത്തത് എന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന പാർട്ടികൾ ഒത്തുചേരുന്നു, കൈകോർക്കുന്നു എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും UDF-ഉം പൊതുവിൽ UDF-ഉം അതുപോലെ തന്നെ BJP ഉണ്ട്, അതുപോലെ SDPI പോലെയുള്ള പാർട്ടികളും കൈകോർക്കുകയാണ്, ഒത്തുചേരുകയാണ്. ആളുകൾക്കിടയിൽ അത് മറ്റൊരു തരത്തിൽ ചർച്ചയാവാതിരിക്കാൻ ഈ കൊടികൾ ഉപേക്ഷിക്കുന്നു. ആ ദൃശ്യങ്ങൾ, പഴയകാല ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഓർത്താൽ മനസ്സിലാകും. ഇപ്പോൾ മാടപ്പള്ളിയിലൊക്കെ നടക്കുമ്പോൾ സമരത്തിൽ കൊടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നേതാക്കളുണ്ട്, പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമുണ്ട്. പക്ഷേ ആ പാർട്ടികൾ അവരവരുടെ കൊടികൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് ഇതിൻ്റെ ഒരു സാഹചര്യം വരുന്നത്. ഒന്ന്, രാഷ്ട്രീയമായി നിലവിലെ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ എതിർക്കുക എന്ന രാഷ്ട്രീയ താല്പര്യത്തിൽ ഈ പാർട്ടികളെല്ലാം ഒത്തുചേരുന്ന ഒരു കാഴ്ച. മറുഭാഗത്ത് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക്, വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് പോക്കിൽ സവിശേഷമായ ഒരു പ്രശ്നത്തിൽ ആ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് കൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ, കാരണം ഈ വികസന പരിപാടികൾ അത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനും തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും ഭാവിയെ കരുപിടിപ്പിക്കുന്നതിലും വലിയ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവാകാം ഒരുപക്ഷെ ഈ പാർട്ടികളെ ഇങ്ങനെ ഒത്തുചേരാൻ പ്രേരിപ്പിക്കുന്നത്. ഈ രൂപത്തിലാണ് ഇപ്പോൾ അവിടുത്തെ സർവേ നടപടികളെ, സാമൂഹ്യ ആഘാത പഠന സർവേ നടപടികളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിന് ഇത്തരം കൂടിച്ചേരലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സുജു അവിടെ നിന്ന് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. കോഴിക്കോട് BJP പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് എത്തുന്നു. നേതാവിനെ BJPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നു. ആ നിലയിൽ മുമ്പ് പറഞ്ഞു വന്ന അതേ വിഷയത്തിൽ രാഷ്ട്രീയമായ എതിർപ്പുകളും വിയോജിപ്പുകളും ഇതെല്ലാം മാറ്റിവെച്ച് കൈകോർക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിഷയത്തെ, വളരെ പരസ്യമായി തന്നെ വന്ന ഈ സഹകരണത്തെ, ചങ്ങാത്തത്തെ ദൃശ്യങ്ങൾ സഹിതമാണ് സമൂഹത്തിന് മുമ്പിൽ വാർത്തയായി വന്നത്. അതേക്കുറിച്ച് പ്രതികരിക്കേണ്ടതായ ഒരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടി എത്തപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എത്തപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ സഹകരണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുകയായിരുന്നു. ലീഗ് നേതാവ് TT ഇസ്മായിലിനെ പൊന്നാട അണിയിച്ചതിനെ BJP ജില്ലാ പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് അവരുടെ പരിപാടിയിലേക്ക്, വേദിയിലേക്ക് സ്വീകരിച്ചതും ഒക്കെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. സമരത്തിൽ TT ഇസ്മായിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ നിലയിലുള്ള ഒരു വാദമാണ് PK കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചത്. ആ സമരം രാഷ്ട്രീയമായി നടക്കുന്ന സമരമല്ല, അത് ജനങ്ങളുടെ ഒരു സമരമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലേറെ അവർ വിഷമിക്കുന്ന ഒരു സന്ദർഭമില്ല. അതുകൊണ്ട് ആ സമരം ജനങ്ങളുടെ ഒരു ഗൗരവമുള്ള പ്രശ്നമായതുകൊണ്ട് അത് അവസാനിക്കൂല. ആ സമരം മുന്നോട്ട് തന്നെ പോകും. വിക്ടിംസാണ് സമരം ചെയ്യുന്നത്. ആ വിക്ടിംസ് സമരം ചെയ്യുമ്പോൾ അതിന് നമ്മൾ പിന്തുണ കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയമായ സമരമല്ല ഇത്. രാഷ്ട്രീയമായ സമരമല്ല. ഇതിനെ രാഷ്ട്രീയ സമരം അല്ലെങ്കിൽ തീവ്രവാദ സമരം എന്നൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ സാധിക്കൂല. പക്ഷേ ഇതിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു സീനിയർ നേതാവ് പറയുന്നതിൽ നിഴലിക്കുന്ന ചില പൊരുത്തക്കേടുകളുണ്ട്. തീർച്ചയായും അതൊരു ജനകീയ സമരമാണ് എന്ന വിശേഷണത്തോടെ അല്ലെങ്കിൽ ഒരു തോന്നലോടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് സമരങ്ങളിൽ പങ്കുചേരാം എന്നത് അംഗീകരിച്ചാൽ തന്നെ ഇത് BJPയുടെ ഒരു സമ്മേളന വേദിയിലേക്കാണ് ഇസ്മായിലിനെ പോലെ ഒരു മുസ്ലിം ലീഗ് നേതാവ് എത്തപ്പെട്ടത്. അതേതെങ്കിലും ജനങ്ങളുടെ സമരത്തിനിടയിൽ വളരെ യാദൃച്ഛികമായി ഒത്തുചേരലായിരുന്നില്ല. BJP വളരെ ആസൂത്രിതമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് അവരുടെ ജില്ലാ പ്രസിഡന്റ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച പൊന്നാട അണിയിക്കുന്ന വിധത്തിലേക്കൊരു BJP വേദിയിലേക്കാണ് ലീഗ് നേതാവ് ചെന്ന് കയറിയത്. അത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഒരു ജനകീയ സമരമായി എങ്ങനെ വിശദീകരിക്കാനാകും എന്നത് കുഞ്ഞാലിക്കുട്ടിയും ലീഗും കൂടുതലായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇതുപോലൊരു സമരത്തിൽ ഞങ്ങൾ BJPയുമായി സഹകരിക്കുന്നു എന്നാണോ ലീഗ് ഇതിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ UDF അതിലൊരു പൊതു നിലപാട് എന്തു സ്വീകരിക്കും? കാരണം ഇന്നലെയോ മിനിഞ്ഞാന്നോ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ UDF ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ BJPയുമായി ഒന്നിച്ച് സമരം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. കോട്ടയത്തടക്കം അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ നിരാകരിക്കുകയായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ സഹകരിച്ച സമരമാകാം എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. കൊല്ലത്ത് ഇതുപോലൊരു കോൺഗ്രസ് നേതാവ് BJP പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട്, എന്നാൽ ആ നേതാവിനെതിരെ നടപടിയെടുക്കാൻ UDFോ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ തരത്തിലേക്ക് തികഞ്ഞ അവ്യക്തത നിഴലിക്കുകയാണ്.
ഇതിൽ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, ഇതിലെന്താണ് ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ലീഗിന് പൊതുവായി വിശദീകരിച്ച് പോകാൻ കഴിയുന്ന ഒരു വാദമായി പൊതുവിൽ വരുന്നുണ്ടോ? യു ഡി എഫിനകത്ത് കോൺഗ്രസിനും ലീഗിനുമൊക്കെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ബി ജെ പിയുമായി കേരളത്തിൽ ഏത് കാര്യത്തിൻ്റെ പേരിലായാലും ഞങ്ങൾക്കൊന്നിച്ച് സമരം ചെയ്യാമെന്നാണോ കുഞ്ഞാലിക്കുട്ടി ഇതിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും ശരത്ത്, നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് തന്നെയാണ്. കാരണം ഈ സമരത്തിൽ, അതായത് BJP സംഘടിപ്പിച്ച സമരത്തിൽ എന്തുകൊണ്ട് ലീഗിന്റെ നേതാക്കൾ പങ്കെടുത്തു എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ഇരകൾക്ക് സമരത്തിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രീയം നോക്കേണ്ട ഷാജഹാൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു സമരം നടക്കുന്ന ജനങ്ങൾക്കിടയിലേക്കൊന്നും ചെന്ന് കയറിയതല്ലല്ലോ. അത് BJP സംഘടിപ്പിച്ച BJPയുടെ വേദിയിലേക്കാണല്ലോ അദ്ദേഹം കയറി. അതെങ്ങനെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന ഒരു ജനകീയ സമരവേദിയിൽ യാദൃച്ഛികമായി കണ്ടുമുട്ടി എന്ന നിലയിലേക്ക് ഏറ്റെടുക്കാനാവുക? അതൊരു BJP വേദിയിൽ നമ്മൾ ലീഗ് നേതാവിനെയല്ലേ കണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇരകളായിട്ട് ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവും, അല്ലാതെ അവർ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പങ്കെടുത്തതെന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഒരു ലീഗ് നേതാവിന് എങ്ങനെ BJP നേരത്തെ തയ്യാറാക്കിയ ഒരു പരിപാടിയിലേക്ക് ചെന്ന് കയറാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുന്നത്. പക്ഷെ അതേക്കുറിച്ച് അദ്ദേഹം കൂടുതൽ മറുപടി പറയാൻ ഒന്നുകിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവ് കാര്യം മനസ്സിലാക്കാതെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നുപെട്ടപ്പോൾ വിശദീകരിച്ചതാവണം, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവ്വം മറച്ചു വെച്ചതാകണം. കാരണം ആ വേദി, ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. കൈരളി ന്യൂസ് കൃത്യമായത് നൽകിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. വേദിയിൽ നിന്ന് വിളിക്കുന്നു, സദസ്സിലിരിക്കുന്ന ലീഗ് നേതാവ് എഴുന്നേൽക്കുന്നു, അവിടേക്ക് മൈക്കുമൊക്കെ സംഘടിപ്പിച്ച് BJP തയ്യാറാക്കപ്പെട്ട വേദിയിലേക്ക് ഈ ലീഗ് നേതാവ് ചെന്നു കയറുന്നു. അവിടെ വെച്ച് ജില്ലാ പ്രസിഡന്റ് പൊന്നാട അണിക്കുന്നു. ഏതായാലും ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ട് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലല്ലോ പൊന്നാട. ഇതൊക്കെ ഒരു സംഘാടനത്തിൻ്റെ പ്രകടമായ പരസ്പര സഹകരണത്തിൻ്റെ ഒരു കൃത്യമായ തെളിവാണ്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാദം ഏതെങ്കിലും തരത്തിൽ ഈ ഉയർന്നു വന്ന പ്രശ്നത്തിനെ തൃപ്തിപ്പെടുത്തുന്നതോ വിശദീകരിക്കുന്നതോ ആയി മാറുന്നുണ്ടോ ഷാജഹാൻ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിശദീകരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ്. കാര്യം ഇപ്പോൾ നടക്കുന്ന സമരത്തിന് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും സമരം ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം നൽകുന്നത് പോലെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം അതുകൊണ്ട് തന്നെയാണ് BJP സംഘടിപ്പിച്ച പരിപാടിയിൽ ലീഗിന്റെ നേതാക്കൾ പങ്കെടുത്താലും അത് വലിയ പ്രശ്നമല്ല എന്നുള്ള തരത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഷാജഹാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കേരളത്തിലെ ലീഗ് നേതാക്കളൊക്കെ BJP സമരവേദിയിലേക്ക് കൂടുതലായി പോവുകയും ആ നിലയിലേക്കുള്ളൊരു ലൈസൻസ്, അംഗീകാരം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന് നൽകിയതാണോ, ലീഗ് രാഷ്ട്രീയമായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അത്രമേൽ പരസ്യമായിട്ടാണ് ലീഗും BJPയും ചേർന്ന് നടത്തിയ വേദി പങ്കിട്ട ഒരു പരിപാടിയെക്കുറിച്ച് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് TT ഇസ്മായിലിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. ഈ ലീഗിനും BJPക്കും ഒന്നിച്ച് ഇക്കാര്യങ്ങളിൽ സമരം ചെയ്യുന്നതിനോ വേദി പങ്കിടുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപാകതയുള്ളതായി മുസ്ലിം ലീഗ് നേതൃത്വം കാണുന്നില്ല. അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഇതേക്കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. കോഴിക്കോട് BJP ജാഥയിൽ പങ്കെടുത്ത ലീഗ് നേതാവ് പൊന്നാട സ്വീകരിച്ച സംഭവത്തിൽ ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ തുടർന്നുകൂടിയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പൂർണ്ണമായും അതിനെ പിന്തുണച്ചുകൊണ്ട് TT ഇസ്മായിലിൻ്റെയും BJPയുടെയും നിലപാടിൽ ഒരു അപാകതയും കാണാതെ അതിനെ ന്യായീകരിച്ചത്. അപ്പോൾ CPIM ആവശ്യപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളുടെ ചോരയിൽ കുതിർന്ന ഷാൾ ഏറ്റുവാങ്ങുന്ന ലീഗ് നേതാക്കൾ വംശഹത്യാ രാഷ്ട്രീയത്തിൻ്റെ മൂർച്ച കൂട്ടുന്ന പണിയാണ് ഏറ്റെടുക്കുന്നത് എന്നാണ്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രസ്താവനയിൽ ഈ രാഷ്ട്രീയ വിമർശനം ലീഗിനെതിരെ നടത്തിയിട്ടുള്ളത്. നടപടിക്കെതിരെ ലീഗ് അണികളിലും പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാണ് CPIMൻ്റെ പൊതുവിലയിരുത്തൽ. കേരളയിൽ വിരുദ്ധ ജാഥാവേദിയിൽ ലീഗ് നേതാവ് TT ഇസ്മായിലിനെ BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചത് കൈരളി ന്യൂസ് നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. BJP വേദിയിൽ ഭാരത് മാതാ കി ജയ് വിളികൾക്കിടയിൽ BJP ജില്ലാ പ്രസിഡന്റിന്റെ പൊന്നാട ഏറ്റുവാങ്ങിയ ലീഗ് നേതാവ് TT ഇസ്മായിലിന്റെ നടപടിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിനെതിരായ വിദ്വേഷ പ്രചാരണവും വംശീയ ഉന്മൂലനവും രാഷ്ട്രീയമായി സ്വീകരിച്ച സംഘപരിവാർ നേതാക്കൾ ഒരുക്കിയ വേദിയിൽ എന്തിൻ്റെ പേരിലായാലും മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന ലീഗ് നേതാവ് ആദരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നതിന് മറുപടി പറയാൻ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. കേരളത്തിലുള്ള അക്കൗണ്ട് പൂട്ടിയ BJPക്ക് സ്വാധീനമുറപ്പിക്കാനുള്ള സംഘപരിവാർ രാഷ്ട്രീയ തന്ത്രത്തിൽ ലീഗ് കുരുങ്ങിയതിൻ്റെ സൂചനയാണിത്. കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ BJPയുടെ ഒക്കച്ചങ്ങായിമാരായി അധപ്പതിച്ച കോൺഗ്രസും UDFും BJPയുമായി ചേർന്ന് കേരള വികസനത്തിനും LDF സർക്കാരിനുമെതിരെ നടത്തുന്ന പുതിയ വിമോചന സമരത്തിൻ്റെ സൂചനയാണ് ലീഗ് നേതാവിന് ലഭിച്ച ആദരം. ഭാരത് മാതാ കി ജയ്, ജയ് ശ്രീരാം വിളികളോടെയാണ് ഹിന്ദുത്വവാദികൾ
ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്തിൽ വംശഹത്യ നടത്തിയതെന്നും ലീഗ് നേതാക്കൾ മറക്കരുത്. ന്യൂനപക്ഷങ്ങളുടെ ചോരയിൽ കുതിർന്ന ഷാൾ ഏറ്റുവാങ്ങുന്ന ലീഗ് നേതാക്കൾ വംശഹത്യാ രാഷ്ട്രീയത്തിൻ്റെ മൂർച്ച കൂട്ടുന്ന പണിയാണ് എടുക്കുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ വിഭാഗം മതനിരപേക്ഷ ശക്തികളും ലീഗിൻ്റെയും UDFൻ്റെയും BJP ബാന്ധവത്തിനെതിരെ രംഗത്തിറങ്ങണമെന്നും സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു. ലീഗിൻ്റെ മൗനത്തിലും TT ഇസ്മയിലിൻ്റെ നടപടിക്കുമെതിരെ ലീഗ് അണികളിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്. കേരളയുമായി ബന്ധപ്പെട്ട കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സമരത്തെ വിമർശിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിഷേധം ശക്തമാകും എന്ന നിലയിലാണ് ഇന്ന് സംസാരിച്ചത്. ജനങ്ങൾ പദ്ധതിക്ക് എതിരാണ്. ഇപ്പോഴത്തെ പദ്ധതി സംസ്ഥാനത്തിന് യോജിച്ചതല്ല എന്നും മുൻ സർക്കാർ ആലോചിച്ച ഹൈസ്പീഡ് പദ്ധതി പ്രായോഗികമായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി ദില്ലിയിൽ പറയുകയുണ്ട്. അതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഉമ്മൻചാണ്ടി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന അതിവേഗ റെയിൽപാത എന്നുള്ളത് പ്രായോഗികമായിരുന്നു, അർദ്ധ അതിവേഗ പാത എന്നുള്ളത് ഇപ്പോൾ അപ്രായോഗികം. ആ നിലയിലാണ് ഉമ്മൻചാണ്ടി അതേക്കുറിച്ച് വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇതിനകത്ത് ഇന്ന് അവിടുത്തെ ജനങ്ങളെതിരാണ്, ഇതിന് രാഷ്ട്രീയമൊന്നുമല്ല, ജനങ്ങളെതിരാണ്. ഒരു ജനങ്ങൾ ഒന്നാകെ എതിർക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിന് ഗവൺമെൻറ് ഒരു പിടിവാശി എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പദ്ധതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നോക്കിയിട്ടുള്ളതും പരിശോധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും, ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നുവെന്നല്ല, കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ചേർന്നതല്ല. കേരളയിൽ സാമൂഹ്യാഘാത പഠനത്തിനായി കല്ലിടാൻ നിർദ്ദേശിച്ചത് റവന്യൂ വകുപ്പാണെന്ന വാർത്ത തെറ്റാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കല്ലിടുന്നത്. സാമൂഹ്യാഘാത പഠനം എതിരായാൽ ഇപ്പോൾ കല്ലിട്ടത് എടുത്തുമാറ്റുമെന്നും മന്ത്രി പറയുകയുണ്ടായി. സാമൂഹ്യാഘാത പഠനത്തിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള അതിരടയാളങ്ങളിലൂടെ ഒരു അന്വേഷണം നടത്തി അത് രേഖപ്പെടുത്തും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് ഹിയറിങ്സ് കൂടി കഴിയുമ്പോഴാണ് സാമൂഹ്യാഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് അവർ സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സ്വാഭാവികമായും സാമൂഹ്യാഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കാനും പഠിക്കാനും വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കും. ആ എക്സ്പെർട്ട് കമ്മിറ്റി ഇത് പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്നവർ രേഖപ്പെടുത്തും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി പഠിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മാറ്റേണ്ട ഉത്തരവാദിത്വവും റിക്വസ്റ്റിംഗ് ഏജൻസി ഏതാണെങ്കിൽ അവരാണ്. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിപക്ഷ സമരത്തെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി കൂടിയാണ് രാഷ്ട്രീയക്കാർ സമരവുമായി രംഗത്തിറങ്ങുന്നത്. രാഷ്ട്രീയക്കാർ ഒന്നും കാണാതെ സമരത്തിലേക്ക് ചാടി ഇറങ്ങില്ലല്ലോ എന്നാണ് വെള്ളാപ്പള്ളി ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇതുപോലെ പ്രതിഷേധങ്ങൾ വരും. ആ പ്രതിഷേധങ്ങൾ വരുമ്പോഴെല്ലാം ഭരിക്കുന്ന ആളുകൾക്ക് എതിരായ പല പ്രതിഷേധങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ നേരിടാറുണ്ട് ഭരണക്കാരെ. അത് ചിലപ്പോൾ പോലീസിൽ ഇടപെടുത്തേണ്ടി വന്ന പോലീസിൽ ഇടപെടുന്ന പാരമ്പര്യവും പ്രവർത്തനവും എല്ലാം പണ്ടും ഇന്നും നാളെ ഉണ്ടാകും. അതിപ്പോൾ ഇത് ചെയ്യുന്നു അവർ മാത്രം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ശരിയല്ല. പോലീസ് ഇടപെടുമ്പോഴത്തേക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊരു വലിയൊരു മഹാകാര്യമല്ല. ഈ നിയമം ലംഘിക്കുന്നു, അവിടെയെല്ലാം പോലീസ് ഇടപെടുന്നു എന്നുള്ളത് സ്വാഭാവികം നമ്മൾ കേൾക്കുന്ന ഒരു പ്രതിഭാസമാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്ന നഷ്ടപരിഹാര പാക്കേജാണ് സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ തയ്യാറാക്കുന്നത്. ഭൂമിയുടെ ഉടമയ്ക്കും വാടക താമസക്കാരനും നഷ്ടപരിഹാരം, ഭൂമി വിട്ടു നൽകുന്ന കുടുംബത്തിലെ ഒരാൾക്ക് കേരളയിൽ ജോലി, പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 6 മാസത്തേക്ക് 5000 രൂപ വീതം സഹായധനം എന്നിങ്ങനെ പോകുന്നു നഷ്ടപരിഹാര പാക്കേജ്. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചാണ് പ്രതിപക്ഷം വികസന വിരോധ സമരങ്ങൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് നട്ടെല്ലാകുന്ന സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ആസൂത്രിത പ്രചരണം നടത്തുന്നവർ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്ന വസ്തുതയാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരം. രാജ്യത്തെ തന്നെ മികച്ച രീതിയിൽ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പിച്ചാണ് കേരളയിലായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. 2 തരം പാക്കേജുകളും ഇതിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരങ്ങളിൽ വിപണി വിലയുടെ 2 ഇരട്ടിയും ഗ്രാമങ്ങളിൽ 4 ഇരട്ടിയുമാണ് നഷ്ടപരിഹാരം. വീട് നഷ്ടമാകുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 4,60,000 രൂപയും അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1,60,000 രൂപയും ലൈഫ് മാതൃകയിൽ വീടും നൽകും. വീടും സ്ഥലവും നഷ്ടമാകുന്ന അതിദരിദ്രർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 5 സെന്റ് ഭൂമിയും ലൈഫ് മാതൃകയിൽ വീടും അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 5 സെന്റ് ഭൂമിയും 4 ലക്ഷം രൂപയും. ഇതുമല്ലെങ്കിൽ നഷ്ടപരിഹാരവും 10 ലക്ഷം രൂപയും. വാടക കെട്ടിടത്തിലെ വാണിജ്യ സ്ഥാപനങ്ങൾ നഷ്ടമായാൽ 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം.
വീട് നഷ്ടപ്പെടുന്ന വാടകക്കാർക്ക് 30,000 രൂപയുടെ നഷ്ടപരിഹാരവും നൽകും. ഒഴിപ്പിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് 6,000 രൂപ വീതം 6 മാസത്തേക്കും പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർക്ക് ചമയങ്ങളുടെ വിലയും 6 മാസത്തേക്ക് 5,000 രൂപ സമാശ്വാസ ധനസഹായവും ഉണ്ടാകും. രാജ്യത്ത് ഇത്തരം ആശ്വാസ ധനസഹായം ഇതാദ്യമാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പെട്ടിക്കടകൾക്ക് 25,000 മുതൽ 50,000 രൂപയും തൊഴിൽ നഷ്ടപ്പെടുന്ന കരകൗശല ചെറുകിട കച്ചവടക്കാർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം ലഭിക്കും. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്ന കുടുംബങ്ങളിൽ ഒരാൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി നൽകുമെന്ന ഉറപ്പും സർക്കാർ നൽകുന്നു. നഷ്ടപരിഹാരത്തിനായി 13,265 കോടി രൂപയും പുനരധിവാസത്തിനായി 1,730 കോടിയും വീടുകളുടെ നഷ്ടപരിഹാരത്തിനായി 4,460 കോടി രൂപയും സർക്കാർ ഇതിനോടകം മാറ്റിവെച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചാണ് പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും പദ്ധതിക്കെതിരെ ആസൂത്രിത പ്രചരണം നടത്തുന്നതെന്നാണ് CPMന്റെ ആക്ഷേപം. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഒടുവിൽ വിനായകൻ ക്ഷമ ചോദിച്ചു. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ക്ഷമ ചോദിച്ച നടൻ വിനായകൻ താൻ ഉദ്ദേശിക്കാത്ത മാനത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിനായകൻ പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഞ്ജന ചേരുകയാണ്. അഞ്ജന, എന്താണ് ഇപ്പോൾ വിനായകന്റെ മനംമാറ്റം? ക്ഷമ ചോദിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്? അന്നത്തെ ആ സംഭവത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിക്കും വിധമുള്ള പെരുമാറ്റമൊക്കെ എന്ന വാർത്താ സമ്മേളനത്തിലുണ്ടായി എന്ന വലിയ വിമർശനം വിനായകൻ നേരിട്ടിരുന്നു. പൊതു നിലപാടുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. എന്താണ് വിനായകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ക്ഷമ ചോദിക്കുന്നത് എപ്രകാരമാണ്? ശരത്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് വിനായകൻ. താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതെന്നും അതോടൊപ്പം മാധ്യമപ്രവർത്തകയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തൻ്റെ ഭാഷയിൽ, താൻ ഉപയോഗിച്ച ഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നതായും വിനായകൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ അറിയിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ VK പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന ചിത്രത്തിന്റെ കൊച്ചിയിൽ നടന്ന പ്രചാരണ വേളയിലാണ് വിനായകന്റെ ഏറ്റവും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടായത്. എന്താണ് മീറ്റു എന്ന് തനിക്ക് അറിയില്ലെന്നും 10 സ്ത്രീകളുമായി താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് മീറ്റു ആണെങ്കിൽ അത് ഇനിയും തുടരും എന്നുമാണ് അന്ന് കൊച്ചിയിൽ നടന്ന ഒരുത്തി എന്ന ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിനായകൻ പറഞ്ഞത്. താല്പര്യം തോന്നുന്ന സ്ത്രീകളോട് താൻ ഇനിയും ലൈംഗിക ബന്ധത്തിനായി തയ്യാറാണോ എന്ന് ചോദിക്കുമെന്നും വിനായകൻ കൂട്ടിച്ചേർത്തിരുന്നു. ഇത് വനിതാ മാധ്യമ പ്രവർത്തകരെ, ആ വേദിയിലിരുന്ന വനിതാ മാധ്യമ പ്രവർത്തകയെ അടക്കം അപമാനിക്കുന്ന രീതിയിലായിരുന്നു വിനായകന്റെ പരാമർശം. വലിയ രീതിയിലുള്ള ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധവും വലിയ എതിർപ്പും ഒക്കെ ഉയർന്നിരുന്നു. വലിയ വിമർശനമാണ് ആ സമയത്ത് ഉയർന്നത്. അതെ, തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആ ഒരു പരാമർശത്തിൽ ഉയർന്നു വന്നിരുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇപ്പോൾ ക്ഷമ ചോദിച്ചിരിക്കുന്നത്. ശരത്, വിനായകനാണ് ഒടുവിൽ വലിയ വിവാദമായ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിനായകൻ ഇപ്പോൾ പറഞ്ഞത്. വനിതാ മാധ്യമ പ്രവർത്തകയോട് ക്ഷമ ചോദിക്കുന്നു, ഉദ്ദേശിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഇപ്പോൾ മാപ്പ് ചോദിച്ച് ഈ വിവാദം ഏതാണ്ട് ഇവിടെ അവസാനിക്കണം എന്ന നിലയിൽ ഇപ്പോൾ ഒരു വിശദീകരണം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിയും സംഘടനാ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ തുടരുകയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രിയങ്ക ഗാന്ധി, ഉമ്മൻചാണ്ടി, താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പെട്രോളിന് 84 പൈസയും ഡീസലിന് 81 പൈസയുമാണ് കൂട്ടിയത്. 5 ദിവസത്തിനിടെ പെട്രോളിന് 3 രൂപ 45 പൈസയും ഡീസലിന് 3 രൂപ 34 പൈസയും വർദ്ധിപ്പിച്ചു. അതേസമയം സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കി സ്വകാര്യ ബസ് സമരം 3-ാം ദിവസവും തുടരുകയാണ്. മിനിമം ചാർജ് 12 രൂപയായി വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പെട്രോളിന് 84 പൈസയും ഡീസലിന് 81 പൈസയുമാണ് കൂട്ടിയത്. 5 ദിവസത്തിനിടെ പെട്രോളിന് 3 രൂപ 45 പൈസയും ഡീസലിന് 3 രൂപ 34 പൈസയും വർദ്ധിച്ചു. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 107 രൂപ 72 പൈസയും ഡീസലിന് 94 രൂപ 81 പൈസയുമാണ് ഇന്നത്തെ വില. പാലക്കാട് ഡീസലിന് 96 രൂപ 1 പൈസയും പെട്രോളിന് 108 രൂപ 95 പൈസയുമായി.
അതേസമയം സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കി സ്വകാര്യ ബസ് സമരം 3-ാം ദിവസവും തുടരുകയാണ്. മിനിമം ചാർജ് 12 രൂപയായി വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും ബസ്സുടമകൾ സമരം പിൻവലിച്ചില്ല. യാത്രാക്ലേശം ഒഴിവാക്കാൻ KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്. സഹകരണ ബാങ്കുകൾ നാളെയും തുറന്നു പ്രവർത്തിക്കും. സഹകരണ രജിസ്ട്രാറാണ് പ്രവർത്തന ഉത്തരവിറക്കിയത്. ഇന്ന് ശനിയാഴ്ച പൂർണ്ണമായും, നാളെ ഞായറാഴ്ച അതാത് ഭരണസമിതി തീരുമാനപ്രകാരവും സഹകരണ ബാങ്കുകൾ തുറന്നു പ്രവർത്തിപ്പിക്കും. തിങ്കൾ ചൊവ്വ ദേശീയ പണിമുടക്കിനെ തുടർന്നാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. ഞായറാഴ്ചയിലെ അവധി റദ്ദാക്കിയതും ഇന്ന് പൂർണ്ണമായും സഹകരണ ബാങ്കിൽ പ്രവർത്തിക്കാനും തീരുമാനിച്ചത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ പണിമുടക്ക് കാരണം സംസ്ഥാനത്തെ പൊതുമേഖലാ ബാങ്കുകൾ തുടർച്ചയായി 4 ദിവസം അടഞ്ഞുകിടക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് സഹകരണ ബാങ്കുകൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയത്. അതിശയോക്തിപരമെന്നും അവിശ്വസനീയമെന്നും തോന്നിപ്പോകുന്ന വാർത്തകളാണ് അയൽരാജ്യമായ ശ്രീലങ്കയിൽ നിന്നും വരുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ശ്രീലങ്ക. അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യം കാരണം ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയിൽ ഇന്ധനം കിട്ടാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ രാജ്യം ഇരുട്ടിലാണ്. ഇന്ധനക്ഷാമം തുടരുന്നതിനാൽ തന്നെ പമ്പുകളിലൊക്കെ തന്നെയും സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. ഇന്ധനം വാങ്ങാൻ മണിക്കൂറുകൾ തോറും നിൽക്കേണ്ട അവസ്ഥ. എത്ര പണം നൽകിയാലും അരിയും പലവ്യഞ്ജനങ്ങളും കിട്ടാനില്ല. ഇന്ധനം തീർന്ന് നടുറോഡിൽ നിശ്ചലമാകുന്ന കാറുകളും ടാക്സികളും. സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങളാണ് കൊളംബിയയിലെങ്ങും മുഴങ്ങുന്നത്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് കോവിഡ് മഹാമാരിക്ക് ശേഷം ശ്രീലങ്കയിൽ 5 ലക്ഷം ആളുകളാണ് ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളത്. കയറ്റുമതി കുത്തനെ ഇടിഞ്ഞതോടെ ധനക്കമ്മി കുത്തനെ ഉയർന്നു. അതേസമയം ഡീസലില്ലാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ 5 മണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തി. എങ്ങനെയും രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ശ്രീലങ്കൻ ജനത. വൻതോതിൽ അഭയാർത്ഥികളെത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പാക് കടലിടുക്കിൽ തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. യുക്രൈൻ യുദ്ധത്തിന്റെ 1-ാം ഘട്ടം അവസാനിച്ചെന്ന് റഷ്യ. 1 മാസവും 2 ദിവസവും തികയുമ്പോഴാണ് റഷ്യയുടെ പുതിയ അവകാശവാദം. യുദ്ധമല്ല, യുക്രൈൻ്റെ മോചനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ്റെ സൈനിക ശേഷി കുറയ്ക്കാൻ കഴിഞ്ഞെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. അടുത്ത ഘട്ടം ഡോൺബാസ് മേഖലയുടെ മോചനമാണെന്നും റഷ്യ വ്യക്തമാക്കുന്നു. ജിദ്ദയിലെ ഇന്ധന വിതരണശാല ആക്രമിച്ച ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൗദി സഖ്യം. യമൻ തലസ്ഥാനമായ സനയിലും ഹുദൈയിലും സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തി. യമനിലെ തുറമുഖ നഗരമായ ഹുദൈദ ഇന്ധന വിതരണ കേന്ദ്രമാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ സൗദിയിലെ ആരംകോ എണ്ണ സംഭരണികൾക്ക് തീപിടിച്ചിരുന്നു. തങ്ങളെ ആക്രമിച്ചവരെ ഇല്ലാതാക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേരളത്തിൽ ആരംഭിച്ചത് 3000 സ്റ്റാർട്ടപ്പുകൾ. 35,000 തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. 2025 ആകുമ്പോഴേക്കും 15,000 സ്റ്റാർട്ടപ്പുകളും 2 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വളർച്ചയുടെ പാതയിലാണെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേരളത്തിൽ 3000 സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചുവെന്നും 35,000 തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2026 ആകുമ്പോഴേക്കും 15,000 സ്റ്റാർട്ടപ്പുകളും 2 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഇൻക്യുബേറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നല്ല ആശയങ്ങൾക്ക് ധനസഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപം 2016 ഏകദേശം 50 കോടി രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 3200 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവിടങ്ങളിലായി 341 ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് സെന്ററുകൾ ആരംഭിച്ചു. അവ മുഖാന്തരം കേന്ദ്ര, സംസ്ഥാന, സർക്കാർ, സ്വകാര്യ സാങ്കേതിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യാ വിനിമയത്തിനുള്ള ഒരു ശൃംഖല രൂപീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സാമ്പത്തിക ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കാളികളാകാനും പരിശീലനം നേടാനും വരുമാനമുണ്ടാക്കാനുമുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഇപ്പോൾ ദേശീയ തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ പുനഃസംഘടന എങ്ങനെ വലിയ പരാജയങ്ങളിൽ സംഘടനാപരമായി തകർന്നു നിൽക്കുന്ന വലിയ വിമർശനങ്ങൾ G23-ൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധിക്ക് എങ്ങനെ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനാകും? പ്രിയങ്കയ്ക്കും രാഹുലിനുമെതിരായി ഉയരുന്ന വലിയ എതിർപ്പുകൾ മറുഭാഗത്ത്, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ നേരിടുന്ന വിമർശനങ്ങൾ മറുവശത്ത്, ഇത്തരമൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിയും സംഘടനാ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ ചേരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. PR സുനിൽ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, ഈ യോഗം വളരെ പ്രധാനപ്പെട്ട യോഗം തുടരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു പ്രത്യേകത, സോണിയാഗാന്ധി തന്നെ നേരിട്ട് ആളുകളെ കാണുന്നു, കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടാകാത്തൊരു മാറ്റം ആ രൂപത്തിലുണ്ട് എന്ന് ചില നിരീക്ഷണങ്ങളുണ്ട്. പൊതുവിൽ ഈ യോഗത്തിൻ്റെ ഒരു സാധ്യത എന്താണ്? ഏതൊക്കെ തരത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യും? ഇപ്പോൾ തുടരുന്ന ഈ യോഗത്തിൽ സാധ്യത എന്താണ്? ശരത്ത്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നേരത്തെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് മുന്നോടിയായി എല്ലാ സംസ്ഥാനങ്ങളിലെയും സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഊർജിതമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ഇപ്പോൾ ദില്ലിയിലെ AICC ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ എതിർപ്പില്ല എന്ന് G23-ലെ ചില നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നതാണ് പല നേതാക്കൾക്കും വലിയ എതിർപ്പ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി തന്നെ തൽക്കാലം അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്ന ഒരു പ്രത്യേകത, ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സോണിയാഗാന്ധി നേരിട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയാണ്. സോണിയാഗാന്ധി വളരെ സജീവമായി തന്നെ സംഘടനാപരമായ വിഷയങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ കാര്യമായി തന്നെ സോണിയാഗാന്ധി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. G23-ലെ പല നേതാക്കളുമായും സോണിയാഗാന്ധി നേരിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഗുലാം നബി ആസാദ്, മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രത്യേകം സോണിയാഗാന്ധി വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുക, സമവായത്തിലെത്തിക്കുക, അതിനുള്ള നീക്കം സോണിയാഗാന്ധി നടത്തുന്നു. ഏതായാലും ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ്, അംഗത്വ വിതരണം എന്നിവ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. യോഗം ഇപ്പോൾ AICC ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തീർച്ചയായും പാർട്ടിയെ ശക്തിപ്പെടുത്തുക, രാഷ്ട്രീയമായും സംഘടനാപരമായും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവുണ്ടാക്കുക എന്നതിനുള്ള ശ്രമമാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏതായാലും ഇപ്പോൾ സജീവമായി തുടരുന്നത്. ശരി, PR സുനിലാണ് ദില്ലിയിൽ നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സതീഷ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. ചുരുക്കം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പാവങ്ങളായിട്ടുള്ള അതിനെ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? വീട് നഷ്ടപ്പെടാതെ ആളുകളുടെ അടുത്ത് പോലും പോയി പ്രകമ്പനമുണ്ടായി ഈ സാധനം വീട് പോകും. ഒരു പ്രചരണം അതാണ്. രണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾക്കുള്ള കോമ്പൻസേഷൻ തരുമെന്ന് പറയുന്നത് 30% ഇപ്പോൾ തരും, ബാക്കി 70% ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടേ തരുള്ളൂ എന്നുള്ള നുണകൾ പറയുകയാണ്. കല്ല് വെച്ച നുണകൾ പറഞ്ഞ് കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിലൂടെ ഒരു സംശയവും വേണ്ട, അതിനെ ദൂരീകരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നിങ്ങൾ കാണണം. അത് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ഇന്നലെയാണ് നമ്മൾ കണ്ടത്, TT ഇസ്മയിൽ എന്ന ലീഗിൻ്റെ നേതാവ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് നയിച്ച ജാഥയുടെ വേദിയിൽ പോയി സ്വീകരണം ഏറ്റുവാങ്ങുകയും ആ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ RSSകാർ വിളിക്കുന്ന മുദ്രാവാക്യം കൊണ്ട് മുഖരിതമാണ് അവിടെ. ആ മുഖരിതമായി തന്നെ അദ്ദേഹം ആ സ്വീകരണം ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, ഏറ്റുവാങ്ങി നന്ദി പറയുകയാണ്. എന്നെ സ്വീകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങളെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ഇരകളാക്കിക്കൊണ്ടിരിക്കുന്ന RSSന്റെ രാഷ്ട്രീയം, RSSന്റെ ഭീകരമാകുന്ന രാഷ്ട്രീയം രാജ്യത്ത് അരങ്ങുവാഴുകയാണ്. അതിനെതിരെ രാജ്യത്തിൻ്റെ RSS രാഷ്ട്രീയത്തിന് ഇരകളായി തീരുന്ന മനുഷ്യരുടെ ഒപ്പം നിന്ന് പൊരുതേണ്ട രാഷ്ട്രീയ പാർട്ടി എന്ന് കരുതുന്ന ലീഗ് ഉൾപ്പെടെ RSS ഒന്നിച്ച് സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി. ഇപ്പോൾ സതീഷാണ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത്. മുമ്പ് വാർത്തകളിൽ വളരെ സജീവമായി വന്നൊരു വിഷയത്തിലുള്ള DYFIയുടെ രാഷ്ട്രീയ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സംഘ് പരിവാറിൻ്റെ വംശഹത്യ രാഷ്ട്രീയത്തിനെ, അത്തരത്തിലേക്കുള്ള വർഗീയ രാഷ്ട്രീയത്തെ ഒക്കെ എതിർക്കേണ്ട മുസ്ലിം ലീഗ് BJPയുമായി കേരളത്തിൽ കൈകോർക്കുന്നതിനെയാണ് DYFI ഇപ്പോൾ തുറന്ന് എതിർക്കുന്നത്. ലീഗ് നേതൃത്വം അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ TT ഇസ്മയിൽ എന്ന മുസ്ലിം ലീഗ് നേതാവ് BJP വേദി പങ്കിട്ടതും BJP അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയതും ഒക്കെയാണ് ഇപ്പോൾ വലിയ നിലയിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം.
അതുപോലെ തന്നെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ ദില്ലിയിൽ തുടരുന്നു. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള അവസാന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിൽ നടക്കുന്നത്. 23ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. PB തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിന്മേൽ പ്രാഥമിക ചർച്ചയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നത്. ചർച്ച പൂർത്തിയായ ശേഷം PB വൈകിട്ട് യോഗം ചേർന്ന് മറുപടി തയ്യാറാക്കും. നാളെയാകും റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകുക. CPIM പാർട്ടി കോൺഗ്രസിലേക്ക്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ചെങ്കൊടിയേന്തിയ പോരാട്ട ചരിത്രമാണ് മൊറാഴ സമരം. 1940 സെപ്റ്റംബർ 15-നാണ് തലശ്ശേരിക്കും മട്ടന്നൂരിനുമൊപ്പം മൊറാഴയും ചുവന്നത്. മൊറാഴ സംഭവത്തെ തുടർന്ന് KPRനെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ജീവപര്യന്തമായി കുറച്ചു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ത്രിവർണ പതാകയ്ക്കൊപ്പം ചെങ്കൊടിയും ഉയർന്നുപാറിയ ദിനമാണ് 1940 സെപ്റ്റംബർ 15. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ KPCC ആഹ്വാനം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ സ്വാതന്ത്ര്യദാഹികളായ കമ്മ്യൂണിസ്റ്റുകാർ സംഘടിച്ചു. നിരോധനാജ്ഞ മറികടന്ന് ചെങ്കൊടിയേന്തിയ ആയിരങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുന്നേറി. അറാക്കൽ കുഞ്ഞിരാമൻ, വിഷ്ണുഭാരതിയൻ, KPR തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മൊറാഴയിലെ മുന്നേറ്റം. ജനകീയ ചെറുത്തുനിൽപ്പിൽ പോലീസ് ഇൻസ്പെക്ടറായ കുട്ടിക്കൃഷ്ണൻ മരിച്ചു വീണു. തുടർന്ന് പോലീസിന്റെ നരനായാട്ട്. 34 പേർക്കെതിരെ കേസെടുത്തു. KPRന് വധശിക്ഷ വിധിച്ചു. ഗാന്ധിജിയും നെഹ്റുവും ഇതിനെതിരെ ശബ്ദമുയർത്തി. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു. തുടർന്ന് KPRന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. അതിൻ്റെ ഭാഗമായിട്ട് KPRനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തു. 39 ആൾക്കാരുടെ പേരിലായിരുന്നു കേസ്. KPRനെ വധശിക്ഷയ്ക്ക് ആദ്യം വെറുതെ വിട്ടെങ്കിലും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. തുടർന്ന് വലിയ KPRനെ വിമോചിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ബ്രിട്ടീഷുകാർക്ക് KPRന്റെ വധശിക്ഷ റദ്ദാക്കേണ്ടി വന്നു. മൊറാഴ സംഭവത്തിന് പിന്നാലെ MSP പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടിയത്. മച്ചില്ലാത്ത പീടിയിൽ യോഗം ചേർന്നു എന്നാണ് കേസ്. അപ്പോൾ 48 ഇതിലെ കൂടി MSP ലോറി കിട്ട അവർക്ക് 5-6 വയസ്സേ ഉള്ളൂ പോകുന്നത് കാണാം. അപ്പോൾ മുല്ലക്കുഞ്ചപ്പരെ പീടിയ തച്ചു നിർത്തുന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ നിലവിലും കൊടുക്കുന്നതെല്ലാം ഇത് നമ്മളെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയാണ്. മൊറാഴയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങൾ ശക്തി പ്രാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്തുറ്റ പ്രസ്ഥാനമായി വളർന്നു. ഒരുപക്ഷെ കണ്ണൂരിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള തളിപ്പറമ്പ് പ്രദേശം ഉൾക്കൊള്ളുന്ന ബക്കളം, ആ ബക്കളത്താണ് 10ാം രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊവ്വൽ വെച്ച് നടന്നിട്ടുള്ള കർഷക സമരം, ഗുണ്ടകൾ സംഘടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നമ്മുടെ പാർട്ടി സഹാക്കളെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ചെറുത്ത് നിന്നിട്ടുള്ള മാവിച്ചേരി സംഭവം ഉൾപ്പെടെയുള്ള സമരങ്ങൾ തളിപ്പറമ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മണ്ണെന്ന നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള മുന്നേറ്റമാണ് തളിപ്പറമ്പിലെ പാർട്ടി ഈ കഴിഞ്ഞ പിന്നിട്ട കാലങ്ങളിൽ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനും മണ്ണിനും വേണ്ടി നടന്ന കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു മൊറാഴ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തശോഭയാണ് മൊറാഴ. ചരിത്രത്തെ ചുവപ്പിച്ചവരുടെ നാട്ടിലേക്കാണ് CPIM 23ാം പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. മൊറാഴയിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. ഇന്ത്യ കണ്ട ശക്തനായ വിപ്ലവകാരിയായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്. പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അദ്ദേഹം നടത്തിയ പോരാട്ടം ചരിത്രപരമായിരുന്നു. നീണ്ട 13 വർഷക്കാലം CPIM ജനറൽ സെക്രട്ടറി ആയിരുന്നു സുർജിത്. 1932 മാർച്ച് 23 ഭഗത് സിംഗ് 1ാം രക്തസാക്ഷി ദിനം. നിറഞ്ഞ സൈനിക വിന്യാസവുമായി പഞ്ചാബിലെ ഹോഷിയാൻ കോടതി വളപ്പ്. ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകളെ അവഗണിച്ച് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴെയിറക്കി ത്രിവർണ പതാക ഉയർത്തുമ്പോൾ സുർജിത്തിന് പ്രായം 16 വയസ്സ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള അടങ്ങാത്ത കലാപങ്ങളായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ ബാല്യവും കൗമാരവും. 1916 പഞ്ചാബിലെ ബഡാല ഗ്രാമത്തിൽ തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്കിടയിലേക്കായിരുന്നു സുർജിത്തിന്റെ ജനനം. നിരോധിക്കപ്പെട്ട കർഷക തൊഴിലാളികൾക്ക്
പാർട്ടി യോഗം ചേരാൻ സൗകര്യം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്തേക്ക്. 15-ാം വയസ്സിൽ സമരജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച സുർജിത്ത് പിന്നീട് രചിച്ചത് പകരം വയ്ക്കാനില്ലാത്ത പോരാട്ട ചരിത്രം. ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം ചെലുത്തിയ സ്വാധീനമാണ് സുർജിത്തിനെ വിപ്ലവ ജീവിതത്തിലേക്ക് നയിച്ചത്. ഹോഷിയാൻപൂർ കേസിന്റെ വിചാരണ വേളയിൽ കോടതിയോട് തന്റെ പേര് ലണ്ടൻ തോടാ സിംഗ് അഥവാ ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്നുറക്കെ പ്രഖ്യാപിച്ച് 4 വർഷം ജയിൽവാസം. 1934-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം പഞ്ചാബിലെ കിസാൻ സഭയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം പഞ്ചാബിൽ നിന്ന് നാടുകടത്തപ്പെട്ട സുർജിത്ത് ഉത്തർപ്രദേശിലെത്തുകയും ചിങ്കാരി എന്ന പത്രം ആരംഭിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവ്യാപകമായി വേട്ടയാടപ്പെട്ടു. ഒളിവിൽ പോയെങ്കിലും 1940-ൽ സുർജിത്ത് അറസ്റ്റിലായി. സമാനതകളില്ലാത്ത ക്രൂരതകൾക്കായിരുന്നു ലാഹോറിലെ ചെങ്കോട്ട ജയിൽ പിന്നീട് സാക്ഷ്യം വഹിച്ചത്. കൊടിയ മർദ്ദനവും ഇരുട്ടറവാസവും സുർജിത്തിന്റെ കാഴ്ചശക്തിയെ ബാധിച്ചെങ്കിലും പോരാട്ട വീര്യത്തിന് ശമനമുണ്ടാക്കിയില്ല. ഏറെ വൈകി മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിഗണിച്ച ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ ദിയോജി ജയിലിലേക്ക് മാറ്റി. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന വേളയിൽ പഞ്ചാബിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പാർട്ടി നിരോധനത്തെ തുടർന്ന് ഒളിവും ജയിൽവാസവും അനുഭവിച്ച സുർജിത്ത് 1954-ൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സെക്രട്ടറിയായി. 3-ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും എത്തിച്ചേർന്ന സുർജിത്ത് 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPM-ന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ 9 അംഗങ്ങളിൽ ഒരാളായി. അരനൂറ്റാണ്ടിലധികം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സുർജിത്ത് 1992-ൽ EMSന്റെ പിൻഗാമിയായി പാർട്ടി ജനറൽ സെക്രട്ടറി പദത്തിലെത്തി. ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായക ശക്തിയായി നിലനിർത്താൻ അദ്ദേഹത്തിലെ രാഷ്ട്രീയ തന്ത്രജ്ഞന് സാധിച്ചു. സോവിയറ്റ് പതനത്തിന് ശേഷവും ഇന്ത്യയിലെ വർഗബഹുജന അടിത്തറ ഇളകാതെ സൂക്ഷിച്ചും അമേരിക്കൻ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ച് ഫിദലിന്റെ തോൾ ചേർന്നും സുർജിത്ത് പാർട്ടിയെ നയിച്ചു. 10 വർഷക്കാലത്തെ ജയിൽവാസവും 8 വർഷത്തെ ഒളിവും മർദ്ദനവും തളർത്താത്ത പോരാട്ട വീര്യം. സാമ്രാജ്യത്വ സമരത്തിന്റെ തീർച്ചൂളയിൽ വളർന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ അമരക്കാരനായി അടിയന്തരാവസ്ഥയോടും പൊരുതി ചൂഷിത വർഗ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രവാഹകനായ സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് 2008 ഓഗസ്റ്റ് 1 ലോകത്തോട് വിട പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.